ലെറ്റ്സ് ടോക്ക് പ്രൊഫസി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ബ്രദർ ജേക്കബ്, ബ്രദർ ജോണത്തൻ, ബ്രദർ പ്രിൻസ്. ഈ സീരീസിൽ നമ്മൾ ഡാനിയലിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഡാനിയൽ, റെവലേഷൻ, ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വളരെ നിഗൂഢമായിട്ടാണ് കാണുന്നത്. ക്രിപ്റ്റിക് ലാംഗ്വേജ്, ഒത്തിരി മിസ്റ്ററീസും ഒക്കെ ഉള്ളതായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതല്ല എന്നുള്ളൊരു മനോഭാവം പലർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ചുരുളുകളിൽ അഴിച്ച് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ജസ്റ്റ് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ജോണത്തൻ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടികൾ വാർത്തയുടെ പിതാവെ, അടിയങ്ങൾ ഇന്ന് ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ പിതാവെ ആമുഖത്തെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. പിതാവെ, സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലൂടെ ദൈവം തന്നെ സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ നാം മഹത്വപ്പെടുവാനും സുവിശേഷം മനസ്സിലാക്കാനും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. പ്രിൻസ്, അപ്പോഴേ ഇത് ദാനിയേൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയതാണ് ഈ പുസ്തകമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിമൈസ് എന്താണ്? ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദാനിയേലിനൊക്കെ എന്ത് പ്രായം ഉണ്ടായിരുന്നു? നല്ല ചോദ്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര തെളിവ് നൽകിക്കൊണ്ടാണ്. നമുക്കറിയാം, ബാബിലോണിലെ വളരെ ശക്തമായിട്ടുള്ളൊരു രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. 606 BC അദ്ദേഹം കർക്കമേശ് യുദ്ധം കഴിഞ്ഞിട്ട് ബാബിലോണിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് യെരുശലേമിൻ്റെ രാജാവായിട്ടുള്ള യഹോവയാക്കീം, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ആണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്, യെരുശലേമിനെ നിരോധിക്കുകയാണ്. കൂടാതെ അദ്ദേഹം ബാബിലോണിലേക്ക് പോകുമ്പോൾ യെരുശലേം ദേവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതവിടെ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ചോദിച്ചതുപോലെ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് എബ്രായ ബാലന്മാരെയും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് എങ്ങനത്തെ ആൾക്കാരാണെന്ന് വിവരിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളുമായിട്ടുള്ള ബാലന്മാരെയാണ്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ച പോലെ ഇവരുടെ പ്രായം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം യൗവനക്കാരാണ്, അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ റബ്ബിനിക് ട്രഡീഷൻ അനുസരിച്ചിട്ട് ഹിസ്കിയാവ് രാജാവിൻ്റെ പരമ്പരയിലുള്ള കുറച്ച് ബാലന്മാരെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയായിട്ട് കണക്കാക്കുക. ഓക്കെ ജോണത്തൻ, അപ്പോൾ നമുക്ക് ബൈബിളിനനുസരിച്ച് ഡാനിയേലിൻ്റെ 3 ഫ്രണ്ട്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് വേറെയും ഇഷ്ടംപോലെ യഹൂദ ബാലന്മാരെ കൊണ്ടുപോയിരുന്നോ? അതുപോലെ തന്നെ അവരെ എല്ലാവരെയും ബാബിലോണിൽ കൊണ്ടുപോയിട്ട് നെബൂഖദ്നേസർ രാജാവ് എന്താണ് ചെയ്തത്? നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ദാനിയേലിൻ്റെ 3 സുഹൃത്തുക്കളും മാത്രമല്ല അനേക ബാലന്മാരെ അവർ കൊണ്ടുപോയി. എന്നിട്ട് അവരെ ഈ രാജസന്നിധിയിൽ ഷണ്ഡന്മാരായിട്ട് അവർ നിർത്തിയിട്ടുമുണ്ട്. അത് നമുക്ക് തിരുവചനത്തിൽ നേരത്തെ പ്രവചിച്ചിട്ടുമുണ്ട്. ഹിസ്കിയാ രാജാവിനടുത്ത് യെശയ്യാ പ്രവചനം 39-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അത് ഇപ്രകാരം വായിക്കുന്നു: നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവൻ കൊണ്ടുപോകും, അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും. അപ്പോൾ ഇത് നേരത്തെ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ള കാരണം, ഏത് രാജ്യത്തെയാണോ തോൽപ്പിക്കുന്നത് ആ രാജ്യത്തിലുള്ളവർ ഇവരോട് എപ്പോഴും വിധേയത്വം കാണിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം അങ്ങനെ ചെയ്യുന്നത്. അവരെ കൊണ്ടുപോയിട്ട് നേരത്തെ ബ്രദർ പ്രിൻസ് പറഞ്ഞതുപോലെ തന്നെ അതിൽ ഈ കുലീനന്മാരിലും അതേപോലെ രാജവംശത്തിലുള്ളവരും അതിൽ നിപുണന്മാർ, വിദ്യയിൽ നിപുണന്മാർ, ഒരു കുറവില്ലാത്തവർ, അവരെ രാജ്യസഭയെ സേവിക്കാൻ വേണ്ടി അവർക്ക് പല വിദ്യാഭ്യാസം കൊടുത്തു, പല കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അത് നമുക്ക് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കുന്നു. അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. 4-2 നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഈ കൽദയരുടെ വിദ്യ? കാരണം ബാബിലോൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്ററാണ്, വിദ്യാഭ്യാസത്തിൻ്റെ. കാരണം അവർ കണക്കിലും അതേപോലെ ആസ്ട്രോണമിയിലും നക്ഷത്രശാസ്ത്രമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യമാണ്. നെബൂഖദ്നേസർ രാജാവ് തന്നെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം അവർ അഭ്യസിപ്പിച്ചു. എല്ലാ വിധത്തിലുള്ള കലയും അവരെ അഭ്യസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അവർ ചില മാസ്റ്റേഴ്സ് ഉണ്ട് ഭാഷകളിൽ. എല്ലാ രാജ്യങ്ങളുടെ ഭാഷ അവർ പഠിപ്പിക്കും. അതേപോലെ തന്നെ ബാബേലിലുള്ള ഭാഷ അവർ പഠിപ്പിക്കും. കാരണം അവിടെ എല്ലാ എഴുത്തുകളും, അവരുടെ ശാസ്ത്രീയമായ എഴുത്തുകളും, ഈ യൂണിഫോം സ്ക്രിപ്റ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതെല്ലാം ആ ലാംഗ്വേജിലാണ്. അപ്പോൾ അതുവരെ അവർ പഠിപ്പിക്കുന്നു. ഇത് മാത്രമല്ല ചെയ്തത്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കല പഠിപ്പിക്കുന്നത് മാത്രമല്ല ചെയ്തത്, അവരുടെ പേര് മാറ്റി. നമുക്ക് വേദപുസ്തകം തന്നെ നോക്കിയാൽ യോസഫിൻ്റെ പേരും എസ്തറിൻ്റെ പേരും എല്ലാം മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ പേര് മാറ്റിലൂടെ അവരുടെ ദൈവത്തിന് മഹത്വം കൊണ്ടുവരാൻ ശ്രമിച്ചു. ദാനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ്. ആ ദാനിയേലിനെ ബെൽഷസ്സറാക്കി മാറ്റി. ബെൽഷസ്സർ എന്ന് പറയുമ്പോൾ ബേൽ എൻ്റെ
രാജാവിനെ സംരക്ഷിക്കണമേ. പിന്നെ നമുക്ക് ഹനന്യാനെ കാണാൻ സാധിക്കും. ഇവനോട് ദൈവത്തിന് കൃപ തോന്നി എന്നാണ്. പക്ഷെ അതിനെ ശദ്രക്കാക്കി മാറ്റി അക്കു എന്ന ചന്ദ്രദേവന്റെ കൽപ്പനയാൽ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ മൂന്നാം നമുക്ക് കാണാൻ സാധിക്കുന്ന മിശായേലാണ്. അപ്പൊ മിശാലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ഉള്ളവൻ. അതിനെ മേശക്കിലേക്ക് മാറ്റി. മേശക്ക് എന്ന് പറയുന്നത് അക്കുവിനെ പോലെ ആരുണ്ട്? അക്കു എന്ന് പറയുന്നത് വീണ്ടും ചന്ദ്രദേവനാണ്. അതേപോലെ നമുക്ക് അസ്തരിയാവ് ദൈവം എന്റെ സഹായകരനാണ്. പക്ഷെ അതിനെ മാറ്റിക്കൊണ്ട് അബദ്നേഗോ എന്ന് മാറ്റി. എന്ന് പറഞ്ഞാൽ നേബയുടെ സേവകൻ. ഇപ്രകാരമാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പ്രിൻസ്, അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. നമ്മളെ ഒരിടത്ത് പിടിച്ചു കൊണ്ടുപോകുന്നു, നമ്മുടെ പേരുൾപ്പെടെ മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ എബ്രായ ബാലന്മാർക്ക് അവരുടെ ആക്ച്വൽ ദൈവത്തിനോടും അവർ വർഷങ്ങളോളം ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്ന പ്രിൻസിപ്പിൾസും ഒക്കെ കീപ്പ് ചെയ്യാനും ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ പറ്റുമോ? തീർച്ചയായിട്ടും അത് ആ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം തിരുവചനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രദർ ജോണതാൻ പറഞ്ഞ പോലെ അവരുടെ ഭാഷ അല്ലെങ്കിൽ വേറെ ഭാഷ പഠിപ്പിക്കുകയാണ്, എഡ്യൂക്കേഷൻ മാറ്റുകയാണ്, പേരുകൾ മാറ്റുകയാണ്. പൂർണ്ണമായിട്ടും ഈ എബ്രായ ബാലന്മാരെ ബാബിലോൺ സമ്പ്രദായത്തിലേക്ക് കടമെടുക്കുകയാണ് അവർ. എന്നിരുന്നാൽ പോലും നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തുവാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ ദൈവത്തിനെ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തെ അവർ വിശ്വസ്തരായിട്ടിരിക്കുവാനും അവരുടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പരിപാലിക്കുവാനും വേണ്ടി അവർ വളരെ ശ്രദ്ധ കാണിച്ചു. അതിനൊരു വളരെ എക്സാമ്പിൾ ഇതേ അധ്യായത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അവർ രാജഭോജനം കൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയാണ്, രാജാവിൻ്റെ ഭോജനം കൊണ്ടോ അതുപോലെ വീഞ്ഞുകൊണ്ടോ ഞങ്ങളെ അശുദ്ധപ്പെടുത്തുകയില്ല എന്നവർ തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം അവർ കൽപ്പിച്ചു ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക്. അപ്പോൾ നമുക്കറിയാം ലേവ്യ പുസ്തകം 11-ലും ആവർത്തനം 14-ലുമെല്ലാം ഡയറ്ററി ലോസ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ വിശ്വസ്തരായിട്ട് ഇരുന്നത് കൊണ്ടാണ് നമുക്കറിയാം പിന്നീട് അവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയത്. ഓക്കെ 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 സോ ഇത് ഈ 4 ബാലന്മാർ മാത്രം ഒരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ ഒരു ക്യാപ്റ്റിവിറ്റിയിൽ പോയിട്ട് അവരെ കൊണ്ടു നടന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കടന്നു വരാം. ജേക്കബ്, അപ്പോൾ നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പേ ബ്രദർ പ്രിൻസ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവർ മാത്രം കോംപ്രമൈസ് ചെയ്തില്ലാന്ന്, ഡാനിയൽ ആൻഡ് ഹിസ് 3 ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവർ മാത്രം കോംപ്രമൈസ് ചെയ്യാതെ ഇരുന്നത് കൊണ്ട് തന്നെ ദൈവം അവരെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ബ്ലെസ്സിങ് വെച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ശരിക്കും നമ്മുടെ ആധുനിക കാലത്തെ IAS ഓഫീസേഴ്സിന് തുല്യമായിരുന്നു ഇവരെ ട്രെയിൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ആ തസ്തിക. അതും ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവർ 3 പേര് അല്ലെങ്കിൽ 4 പേര് മാത്രമല്ല, ഒത്തിരി ബാലന്മാരെ കൊണ്ടുവന്ന ജോണതൻ പറഞ്ഞ. പക്ഷേ പ്രിൻസ് ബ്രദർ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോഴേ ആകെ ഇവർ 4 പേര് മാത്രമേ അല്ലെങ്കിൽ അവിടുത്തെ അവരെ നോക്കിക്കൊണ്ടിരുന്ന ആളുടെ അടുത്ത് പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരും എന്ത് ചെയ്ത് അന്ന് കൊടുത്ത വീഞ്ഞും കഴിക്കാൻ പാടില്ലാത്ത ഇറച്ചിയും ഒക്കെ കഴിച്ചു. അപ്പോൾ വളരെ ഓടായിട്ട് ഈ കൂട്ടർ മാത്രം കുറച്ച് പേര് നിന്നു. പക്ഷേ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. അപ്പോൾ ഓടായിട്ട് അവിടെ ഇരുന്നെങ്കിലും പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആർക്ക് കൊടുത്തു? ഈ 4 പേർക്ക് മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നവർ ദൈവം എപ്പോഴും അനുഗ്രഹിക്കും. പക്ഷെ അവിടെയും തീരുന്നില്ല. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല എന്ന്. കാരണം ആ ഫുൾ ട്രെയിനീസിൽ ഇവർ അത്രയും മിടുക്കന്മാരായിട്ട് വേറെ ആരെയും കണ്ടില്ല എന്ന്. ഇത് ഒറിജിനലി വന്ന എല്ലാവരും ഒരുപക്ഷെ തുല്യരായിരിക്കും, കാരണം അവിടുത്തെ ഏറ്റവും മിടുക്കന്മാരെ കൊണ്ടുവന്ന്. പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇവരെ വെല്ലാൻ ആരുമില്ല. പക്ഷെ അവിടെയും തീരുന്നില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, രാജാവ് അവരോട് ഞാൻ വിവേകസമ്മതമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തിൽ എല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അതായത് അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് IAS ഓഫീസേഴ്സിനേക്കാളും 10 ഇരട്ടി മിടുക്കന്മാരാണ് ഈ ഫ്രഷേഴ്സ് എന്ന് കണ്ടെത്തി. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് ദൈവത്തിൻ്റെ. അപ്പോൾ ഇതാണ് ദൈവം കൊടുത്ത അനുഗ്രഹം അവർക്ക്, കോംപ്രമൈസ് ചെയ്യാതിരുന്നത്. വളരെ ശരിയാണ് ജോണത്തൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോഴേ യുവജനങ്ങളാണെങ്കിലും മാറ്റർ ഓഫ് ഫാക്റ്റ് ആരാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരു സക്സസ്സിലേക്ക് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ എത്തുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. ഈ എക്സ്പീരിയൻസസിൽ നിന്ന്, ഈ ബാലന്മാരുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുക ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
കാരണം ഏകദേശം 605, 606 ആ കാലഘട്ടത്തിലാണ് നെബൂഖദ്നേസർ എന്ത് ചെയ്തത്, ദാനിയേലിനെ കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 17-18 വയസ്സ്, ഒരു കൗമാരക്കാരൻ, ഒരു യൗവനക്കാരൻ. പക്ഷെ ഈ പ്രായത്തിൽ ആ ഉറച്ച തീരുമാനം എടുക്കാൻ ഹൃദയത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ഹൃദയത്തിൽ തീരുമാനം എടുത്തു എന്നാണ്. സ്വന്തം ശരീരത്തെ എന്ത് ചെയ്തില്ല, മലിനമാക്കില്ല എന്ന്. അപ്പൊ ഇപ്രകാരം ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിന്റെ കാരണമായത് ദാനിയേലിന്റെ മാതാവും പിതാവുമാണ്, പ്രത്യേകിച്ച് മാതാവ് തന്നെയാണ്. കാരണം ദാനിയേലിന്റെ മാതാവ് ദാനിയേലിനെ അപ്രകാരമാണ് പരിശീലിപ്പിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നിങ്ങൾ ചില പുത്രന്മാർ എന്ത് ചെയ്യുന്നു, ബാബേൽ രാജധാനി നിങ്ങൾ പോവുകയും അവിടെ ഷണ്ടമനായിട്ടിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ മാതാവ് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ ഒരു തലമുറ ബാബിലോണിൽ പോകേണ്ടി വരും. അതേപോലെ തന്നെ അവരോട്, ഈ മക്കളോട് തന്നെ ദാനിയേലിന്റെ മാതാവ് എന്ത് ചെയ്തു, ചരിത്രം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിന്റെ ചരിത്രം, ഇസ്രായേൽ എങ്ങനെയൊക്കെ ചെയ്തു, ദൈവം എത്രത്തോളം വിശ്വസ്തത കാണിച്ചു. നമുക്ക് അതേപോലെ ചില പ്രധാനപ്പെട്ട വ്യക്തി നാദാബ്, അബീഹു എന്നിവരുടെ ചരിത്രവും അത് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതിൽ കൂടി എല്ലാം അതേപോലെ പ്രവചന രേഖകൾ എന്ത് ചെയ്തു, ദാനിയേലിനെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയ സമയത്ത് ദാനിയേൽ എന്ത് ചെയ്യാൻ പറ്റി, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സാധിച്ചു. അതേപോലെ മാതാവ് ചെയ്ത വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇവിടെ വന്നത് ഡയറ്റിന്റെ ടെസ്റ്റാണ്. ഈ ഡയറ്റിന്റെ ടെസ്റ്റിൽ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, എന്ത് കുടിക്കണം, എന്ത് കുടിച്ചുകൂടാ, ഈ സ്ട്രോങ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇപ്പോൾ വീഞ്ഞ് പോലെ ആയിക്കോട്ടെ, അത് കുടിച്ചാൽ മനസ്സിലുണ്ടാകുന്ന കാര്യം, അപ്പോൾ ദൈവവും നമ്മളായിട്ടുള്ള ബന്ധം എപ്രകാരം വിച്ഛേദിക്കപ്പെടും, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ദാനിയേൽ നിൽക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ മാതാപിതാക്കൾ തന്നെ പരിശീലിക്കണം. എനിക്ക് ഇങ്ങനെ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് എഗ്രി ചെയ്യണമെന്നില്ല. ഒരു പാസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ വലിയ ജോലിയാണ് ഒരു മാതാവിനും പിതാവിനും ഉള്ളത്. ആ പിതാവിനും വച്ച് കൂടുതൽ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു കർത്തവ്യമാണ് മാതാക്കന്മാർക്ക് ദൈവം കൊടുക്കുന്നത്. അതൊരു വലിയ ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് എനിക്കും അത് ശരിയായിട്ട് തോന്നുന്നു. ബ്രദർ പ്രിൻസ്, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഇവർക്ക് ഭയങ്കര വലിയ എന്തെങ്കിലും പരീക്ഷ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി, അതും ഒരു ക്യാപ്റ്റീവായിട്ട് പോയ രാജ്യത്തിലാണല്ലോ നിൽക്കുന്നത്, എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അനേകം പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു എന്നാണ് സത്യം. നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു പരീക്ഷണം കണ്ടു. അപ്പോൾ ചെറിയ കാര്യത്തിലും അവർ വിശ്വസ്തരായിട്ട് ഇരുന്നതുകൊണ്ടാണ് വലിയ പരീക്ഷകൾ നേരിട്ടപ്പോഴും അവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിച്ചു. വിശ്വാസത്തിൽ അവർ വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ചെറിയ കാര്യം, അത് നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ മറ്റുള്ള ബാലന്മാരൊന്നും അത് വലിയ സംഭവമായിട്ട് എടുക്കാത്ത സമയത്ത് ഇവരതിൽ വളരെയധികം വിശ്വസ്തരായിട്ടിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണും. അതുപോലെ മറ്റൊരു അവസരത്തിൽ കാണുകയാണ്, നെബൂഖദ്നേസർ രാജാവ് സമഭൂമിയിൽ അവിടെ ഒരു വലിയൊരു ബിംബത്തെ പ്രതിഷ്ഠിക്കുകയാണ്, ഒരു സ്വർണ്ണം കൊണ്ടുള്ള ബിംബം. എന്നിട്ട് രാജധാനിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ബിംബത്തെ കവിഴ്ന്ന് വീണ് നമസ്കരിക്കണം, ഇല്ലാത്ത പക്ഷം എരിയുന്ന തീച്ചുളയിൽ ഇവരെ കൊണ്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ എബ്രായ ബാലന്മാർ നോക്കിയപ്പോൾ ശരിയാണ്, അവരുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലൈഫ് ആൻഡ് ഡെത്താണ്, അവർക്ക് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതൊരു വലിയ പരീക്ഷണമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കിയാലും അത് ജീവിതത്തിലെ വളരെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നിർണ്ണയിക്കുകയാണ്. പക്ഷേ ഇവർ വിശ്വസ്തരായിട്ട് നിന്നുകൊണ്ട് ഇവർ പറയുകയാണ്, രാജാവ് ഇനി ഒരു പ്രാവശ്യമല്ല, ഇനി അനേകം ചാൻസ് തന്നാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിക്കത്തില്ല എന്ന് പറയുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത്, ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തായിട്ട് അവരെ തീച്ചുളയിൽ കൊണ്ടിട്ടു. പക്ഷെ ദൈവം അവരെ അത്ഭുതകരമായിട്ട് എന്ത് ചെയ്തു, വിടുവിച്ചായിട്ട് നമ്മൾ കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലും വിശ്വസ്തരായിട്ട് ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഓരോ പടിയായിട്ട് നമ്മളെ വളരുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ പോലെ തന്നെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജേക്കബ്, ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലും അന്ത്യകാലത്ത് ഇതുപോലത്തെ ഒരു വലിയ പ്രതിമയെ നമസ്കരിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമസ്കരിക്കാത്ത ദൈവജനത്തിനെ ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ ഇപ്പോൾ ബ്രദർ പ്രിൻസ് പറഞ്ഞ ആ പരീക്ഷണമില്ലേ, വലിയൊരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ നമസ്കരിക്കാൻ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ വെളിപ്പാടിൻ്റെ 13 നോക്കുമ്പോൾ അതേ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. വീണ്ടും അവിടെ മൃഗത്തിന് വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറയും. മൃഗം എന്ന് പറഞ്ഞാൽ വെളിപാടിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ എതിർ ക്രിസ്തുവിനെയാണ് അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിന് വേണ്ടിയിട്ടൊരു പ്രതിമ ഉണ്ടാക്കുകയും ലോകത്തിലുള്ള എല്ലാവരോടും ഒരു രാജ്യം ആണ് ഈ പ്രതിമ ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്നതും മറ്റുള്ളവരോടൊക്കെയും ഇതിനെ വണങ്ങാനും ഉണ്ടാക്കുവാനും പറയുന്നതും. എന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരോടും വണങ്ങാൻ പറയുക. അപ്പോൾ ഇവിടെ രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ വണങ്ങിയില്ലേ നിങ്ങളെ കൊന്നുകളയുന്നു. അപ്പോൾ അതേ രീതിയിലാണ് വെളിപ്പാടിലും പറയുന്നുണ്ട്, വണങ്ങാത്ത എല്ലാവരെയും കൊന്നുകളയുന്നു.
ഈ വണങ്ങാത്തവർക്കൊക്കെയും മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കത്തുമില്ല, വണങ്ങുന്നവർക്കൊക്കെ മുദ്ര ഏൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു അന്ത്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും രക്ഷയുമായി നേരിട്ട് കണക്ഷനുള്ള ഒരു കാര്യമാണ്. അവിടെയും ഈ ബ്രദർ പ്രിൻസ് പറഞ്ഞ പോലത്തെ ആരൊക്കെ ചെറിയ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നോ അവരൊക്കെ അവസാനം പ്രതിഭയുടെ മുമ്പിൽ മടങ്ങും. പക്ഷേ ആരൊക്കെ ഓരോ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നോ അവർ ഓരോ പരീക്ഷണങ്ങളും സ്ട്രോങ്ങറായി അന്ന് അവസാനം ലോകത്തിലെ എല്ലാവരുടെയും ആ പ്രഷറിൽ, അതിവിടെ നോക്കണം, ഗവൺമെൻറ്റാണ് മതത്തിൻ്റെ ഒരു കാര്യത്തെ അടിച്ചേൽപ്പിക്കുന്നത്. നെബൂഖദ്നേസറിൻ്റെ അവിടെയാണെങ്കിലും ഈ വെളിപ്പാടിൻ്റെ 13 അത്രയും പ്രഷറിൽ അവർ വണങ്ങത്തില്ല. അത്രയും ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അന്നും ദൈവത്തിൻ്റെ ജനം തന്നെയാണ് ഈ കോംപ്രമൈസിലൂടെ ചെന്ന് അവസാനം വണങ്ങി. നമ്മൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ട്രാപ്പിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് വീണ്ടും പോവാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ജോണത്തൻ, അപ്പോൾ നമ്മൾ ചർച്ച തുടരുമ്പോഴേ ഈ ദാനിയേലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ദാനിയേൽ ബാബിലോണിൽ അവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഏതൊക്കെ രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിലാണ് ദാനിയേലിനെ ബാബിലോണിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നെബൂഖദ്നേസറിന് മുമ്പ് തൻ്റെ പിതാവായ നെബൂഖദ്നേസർ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് 2 വർഷം ഭരിച്ചതായിട്ട് ചരിത്രം പറയുന്നു. അതിനുശേഷം നെബൂഖദ്നേസറിന് ശേഷം അമേൽ മാർദൂക്ക് എന്ന രാജാവ് ഉണ്ടായിരുന്നു, നെറിഗ്ലിസർ എന്ന രാജാവ് ഉണ്ടായിരുന്നു, അതേപോലെ ലബാഷി മർദൂക്ക് എന്ന രാജാവ് ഉണ്ടായിരുന്നു, നെബോഡിഡസ് എന്ന രാജാവ് ഉണ്ടായിരുന്നു, അതേപോലെ ഏറ്റവും അവസാനത്തെ രാജാവ് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ കാണുന്ന ബെൽഷസ്സറായിരുന്നു. അതിനുശേഷം മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം വരികയാണ്. മേദ്യരുടെയും പാർസികളുടെ സാമ്രാജ്യത്തിൽ കോരസ് രാജാവ് ഉണ്ടായിരുന്നു, ക്യാമ്പസിസ് ഉണ്ടായിരുന്നു, അതേപോലെ ദാരിയവേശ് രാജാവ് ഉണ്ടായിരുന്നു. ഇത്രയും കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ദാനിയേൽ ഏകദേശം എന്താണ് ഈ ബാബിലോൺ എംപയർ അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം മുതൽ അതിന്റെ മുഴുവൻ സമയവും അതേപോലെ തന്നെ മേദ്യ സാമ്രാജ്യത്തിന്റെ കുറച്ച് വർഷങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദാനിയേൽ ഒരു സാമ്രാജ്യത്തെക്കാൾ കൂടുതൽ തവണ ജീവനോട് ഇരിക്കാനും അവിടെ സേവ ചെയ്യാനും സാധിച്ചത്. ദാനിയേലിന്റെ പുസ്തകം എഴുതുന്നത് തന്നെ ഈ 6th century BC. ഓക്കെ പ്രിൻസ്, അപ്പോൾ നമ്മളിപ്പോൾ അവകാശപ്പെടുന്നത് ദാനിയേലിൻ്റെ കാലഘട്ടം 6th century BC ഈ പുസ്തകം എഴുതിയെന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പലരും പറയുന്നത് ഇത് പിന്നീട് ഏതോ ഒരു കാലത്ത് എഴുതിയ ഒരു പുസ്തകമാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് മെയിനായിട്ട് പറയുന്ന നിരീശ്വരവാദികളും ക്രിട്ടിക്സാണ്. യെസ്. അപ്പം അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഇത്ര അടുക്കും ചിട്ടയോടുകൂടി വളരെ ക്രോണോളജിക്കലായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. അപ്പോൾ അതൊരു മാനുഷിക ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകം അല്ലത്. സാധാരണ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ നല്ലൊരു ഇൻ്റലക്ച്വൽ ആയിട്ടൊരു പേഴ്സണോ എഴുതാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു പുസ്തകമല്ല, ഇത് ദാനിയേലിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയെന്ന് പോലും അംഗീകരിക്കാനായിട്ട് അവർ തയ്യാറല്ല. പിന്നീട് എപ്പോഴും എഴുതിയതാണെന്നാണ് നമ്മളിത് ദാനിയേലിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് എഴുതിയത് എന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലും പ്രൂഫ്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അത് ഞാൻ വേദപുസ്തകത്തിൽ ഒരു 3 തെളിവ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ദാനിയേലിന്റെ പ്രവചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഫസ്റ്റ് പേഴ്സൺ ആണ് പറയുന്നത്. കാരണം നമ്മൾ ദാനിയേലിന്റെ വാക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ദാനിയേൽ എന്ന ഞാൻ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാണോ കാണുന്നത് അതാണ് പുസ്തകത്തിൽ എഴുതി വെച്ചത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട് ദാനിയേൽ തന്നെയാണ് എഴുതിയത്. രണ്ടാമത്തെ കാര്യം, അതിൽ പറയുന്ന ചില ചരിത്ര സംഭവങ്ങൾ അത് ആ ബാബിലോണിന്റെ വ്യവഹാരങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന വ്യക്തിക്ക് മാത്രം അല്ലെങ്കിൽ ബാബിലോണിന്റെ കാര്യങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തിക്ക് മാത്രം പറയാൻ പറ്റുന്ന ചരിത്ര കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തോന്നുന്നത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത. അപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്ക് തള്ളിക്കളയില്ല. ആ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുകയാണ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സംശയം ലേശമില്ലാതെ നമുക്ക് പറയാം ദാനിയേൽ പ്രവചനം എഴുതിയത് ദാനിയേൽ തന്നെയാകുന്നു. ഓക്കെ ജേക്കബ്, അപ്പോൾ നമ്മളത് ബൈബിളിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ആസ് എ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഓക്കെയാണ്. ബൈബിള് ബിലീവ് ചെയ്യാത്ത ഒരു രീതി പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കിയോളജിക്കലായിട്ടോ ഹിസ്റ്റോറിക്കലൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രൂഫ്സ് ഉണ്ടാവോ? അനേകം തെളിവുകളുണ്ട്. അതിൽ ഒന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറഞ്ഞ ചില പണ്ടത്തെ ലിഖിതങ്ങൾ കണ്ടെത്താനിടയായി. 1947 വെച്ച് ഒരു ഷെപ്പേർഡ് ബോയും അവൻ്റെ ഒരു കസിനും കൂടെ നമ്മുടെ ഇന്നത്തെ വെസ്റ്റ് ബാങ്കിൻ്റെ അതിലേക്കൂടെ നടക്കുമ്പോൾ അവരൊരു ഗുഹയിൽ അവരൊരു കല്ലെറിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പല കുടങ്ങളുണ്ട്. അതിൽ നിന്ന് അവർക്ക് ലിഖിതങ്ങൾ കിട്ടി.
ഇവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പിൽക്കാലത്ത് അത് ആൾക്കാർ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി എന്താണെന്ന് പറഞ്ഞാൽ ഇത് പണ്ടത്തെ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്, എസ്സീൻസ് എന്നാണ് പേര്. അതൊരു മൊണാസ്റ്റിക് ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. അവർ അന്ന് കാലത്ത് എടുത്ത കോപ്പീസാണ്, അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ പുസ്തകങ്ങളുടെയൊക്കെ കോപ്പീസാണ് ഇത്. അതും അതിനെ ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായത് ഇത് ബിറ്റ്വീൻ 1st century BC ആൻഡ് ബിറ്റ്വീൻ 3rd century BC. അപ്പോൾ ഏകദേശം ഒരു 2ാം നൂറ്റാണ്ട് BC ലിഖിതങ്ങളായത്. അപ്പോൾ ദാനിയേലിൻ്റെ നമ്മൾ പറയുന്നത് എന്നാ 5ാം നൂറ്റാണ്ടിലെ 6ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ എഴുതിയതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ അധ്യായങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ട് 2ാം നൂറ്റാണ്ടിലെ. അപ്പോൾ കോപ്പി തന്നെ 2ാം നൂറ്റാണ്ടിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എഴുതിയത് അതിന് മുമ്പ് ആയിരിക്കണം. അല്ലാണ്ട് ഇവർ എസെൻസ് ഇത് ഉണ്ടാക്കിയതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ശാസ്ത്രീയന്മാരും ആരും അങ്ങനെ ഒരു തർക്കം കൊണ്ടുവരുന്നില്ല, ആരും ക്ലെയിം ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഒരു മെയിൻ റീസൺ. രണ്ടാമതായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ ഒരു പഠനം, അതിനെ നമ്മൾ ഈ ടെക്സ്ച്വൽ ക്രിറ്റിക്സ് ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഈ ഡാനിയൽ പുസ്തകത്തിലെ 2ാമത്തെ അധ്യായം മുതൽ 7ാമത്തെ അധ്യായം വരെ അരാമൈക് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഉപയോഗിച്ചിരിക്കുന്ന അരാമൈക് ഭാഷ യേശുവിൻ്റെ കാലത്തെ അരാമൈക് ഭാഷയല്ല. അവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അത്ഭുതമാണ്. അവർ അന്നത്തെ ബാബിലോണിയൻ മീഡോ പേർഷ്യൻ പീരീഡിലെ അരാമൈക്, അത് പിന്നീടുള്ള ഒരാൾ എഴുതുകയാണെങ്കിൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ തന്നെ ക്ലിയർ ആയത് അന്ന് കാലത്തെ. പക്ഷെ ഇതൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് പലരും പറഞ്ഞത് ഡാനിയൽ പുസ്തകം പിന്നീട് എഴുതിയതാണ്. ഇത് കൂടാതെ ഇനിയും എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടോ? അനവധി എവിഡൻസസ് നമ്മൾ ആർക്കിയോളജി തരുന്നുണ്ട്. അതിൽ മറ്റൊരു എവിഡൻസ് ആണ് 1893 കണ്ടെടുത്ത എലിഫന്റൈ പപ്പാരസ് എന്ന് പറഞ്ഞാൽ 9 പുസ്തക ചുരുളുകളാണ്. അപ്പോൾ ഇത് ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, എസ്രയുടെ പുസ്തകം, നിയമയുടെ പുസ്തകം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് എല്ലാം ഇതിൽ ഒത്തുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാനിയലിൻ്റെ എല്ലാ വിവരണങ്ങളും ഇത് സ്ഥിരീകരിക്കുന്ന ഒരു പഠനം കൂടിയാണ് അവർ കണ്ടെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ക്യൂണിഫോം ടാബ്ലറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നബോണിദസിനുണ്ട്. അപ്പം നേരത്തെ പറയുണ്ടായി ബെൽഷാസറിൻ്റെ അപ്പനായിട്ടുള്ള നബോണിദസ്, അപ്പം ഇവർ കൂട്ടുഭരണം നടത്തിയതാണെന്നും അതുപോലെ തന്നെ ഇവർ ഈ ഒരു അധിനിവേശം വന്നപ്പോഴത്തേക്ക് ബെൽഷാസറിനെ വിട്ടിട്ട് നബോണിദസ് സൗദി അറേബ്യയിലായിരുന്നു. ഇതൊക്കെ ഒത്തിരി സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നെബൂഖദ്നേസറിൻ്റെ വിവരണങ്ങൾ നൽകുന്ന ഒത്തിരി കളിവൻ ലിഖിതങ്ങളുണ്ട്. അതുപോലെ സൈറസിൻ്റെ സിലിണ്ടറുണ്ട്. ഇപ്പോൾ സൈറസിനെ കുറിച്ചുള്ള എത്രയോ ഇൻഫർമേഷൻസ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ണടച്ച് വെച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞ പോലെ നമുക്ക് ഡാനിയലിൻ്റെ പുസ്തകം അങ്ങനെ ഒരു അത് എഴുതിയ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയ ഒരു പുസ്തകമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളിങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവലോകനം ചെയ്യണം. ഒരു പോർഷൻ മാത്രമല്ല, ആർക്കിയോളജി ഉണ്ട്, സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതൊരു ഒത്തൻറ്റിക് ബുക്കാണെന്ന്. അതായത് പ്രിൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുമായിരുന്നു, ഇതിൻ്റെ അകത്ത്, ഈ പുസ്തകത്തിൻ്റെ അകത്ത് ക്രിസ്തു വരുന്നതിന് ശേഷവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രോഫസി ഒക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തുവിന് മുമ്പ് ഇത് എഴുതിയതാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മോഡേൺ ഡേ ഹിസ്റ്ററി ഉൾപ്പെടെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണിത്. അപ്പോൾ എങ്ങനെ പോയാലും ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രോഫസി ഇൻ ദിസ്, അല്ലേ? അങ്ങനെ നമുക്കിതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഈ വരുവാനിരിക്കുന്ന എപ്പിസോഡുകളിലെല്ലാം ഇതുപോലത്തെ ഒത്തിരി പ്രോഫസീസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും, ടു പ്രൂവ് ദാറ്റ് ദിസ് ഇസ് എ ബുക്ക് ഇൻസ്പയർഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. സോ താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.